മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനുള്ള കരട് പട്ടികയിൽ കല്ലുകടി. അനർഹർ പട്ടികയിൽ കടന്നുകൂടിയെന്നും ദുരന്തബാധിതർ ചിലർ ഒഴിവാക്കപ്പെട്ടെന്നുമാണ് ആക്ഷേപം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മേപ്പാടി പഞ്ചായത്ത് ഓഫീസിലെത്തി ദുരന്തബാധിതർ പ്രതിഷേധിച്ചു. ഈ ലിസ്റ്റ് അംഗീകരിക്കുന്ന പ്രശ്നമല്ല. ഈ ലിസ്റ്റ് ഒരു കാരണവശാലും എന്ത് ചെയ്യുമില്ല, ഈ ലിസ്റ്റ് അംഗീകരിക്കൂല. ഇത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന്മാർ വരാതെ ഇവിടുന്ന് പോകില്ല. ഉദ്യോഗസ്ഥന്മാർ വരാതെ ഇവിടുന്ന് ഞങ്ങൾ പോകില്ല. ഇത് വിട്ടുപെട്ടു ഇല്ല, ഞങ്ങൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ വരാതെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നില്ല. പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഡബിൾ എൻട്രി മാത്രമല്ല, അർഹത ഇല്ലാത്ത ആൾ കയറിയിട്ട് അർഹത ഉള്ള ആളുകൾക്ക് ലിസ്റ്റ് ഇല്ല. അത്ര 10 മീറ്റർ കൊത്തിന് 10 മീറ്റർ കളക്ടറോ സബ് കളക്ടറോ ADMO എത്താതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. വൈത്തിരി തഹസിൽദാർ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട് നിന്ന്. സുർജിത്ത്, ഈ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ മെല്ലെപ്പോക്ക് വലിയ ആക്ഷേപത്തിനും പ്രതിഷേധങ്ങൾക്കും ഇടവെച്ചതാണ്. അതിനുശേഷം ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട അവ്യക്തത അല്ലെങ്കിൽ സ്ഥലം കണ്ടെത്തുന്നതിൽ വൈകുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ കരട് പട്ടിക ഗുണഭോക്താക്കളുടെ ഇറങ്ങുന്നത്. ആ പട്ടികയിൽ അപ്പിടി തെറ്റാണ്, അല്ലെങ്കിൽ ആ പട്ടികയിൽ ആകപ്പാടെ കുഴപ്പങ്ങളാണ് എന്ന ആക്ഷേപവും ഉയരുന്നു. ഇതിൽ ഇരട്ടിപ്പ് വന്നപ്പോൾ അർഹരായ പലർക്കും അവസരം നഷ്ടമായോ, അല്ലെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്താൻ യോഗ്യതയുള്ള പലരും ഇപ്പോഴും പുറത്താണോ? പ്രജിൻ, ഇപ്പോൾ ADM സ്ഥലത്തെത്തിയിട്ടുണ്ട്. ADM കെ ദേവകി ഈ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ വൈത്തിരി തഹസിൽദാരും സ്ഥലത്തെത്തി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഈ ചർച്ചയിൽ പ്രധാനമായും ഗ്രാമപഞ്ചായത്തും ഒപ്പം തന്നെ ഈ ദുരന്തബാധിതരും ഉന്നയിക്കുന്നത് ഒരേ വിഷയം തന്നെയാണ്. ഈ 388 പേരുടെ കരട് ലിസ്റ്റ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ഒരുപാട് തെറ്റുകൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത് അനർഹർ ഒരുപാട് പേർ കയറിപ്പറ്റിയിട്ടുണ്ട്. അർഹരായിട്ടുള്ള ആളുകൾ ലിസ്റ്റിനകത്തില്ല. മാത്രമല്ല, ഈ മുണ്ടക്കയിലെ 11ാം വാർഡിലെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ആകെയുള്ളത് 192 ഈ ദുരന്തബാധിതരാണ്. ആ 192-ൽ 70 പേരുടെ കണക്ക് അത് ഇരട്ടിപ്പാണ്. അതായത് അങ്ങനെ വരുമ്പോൾ ഇരട്ടിപ്പ് 70 കുറയ്ക്കുമ്പോൾ 132 പേർ മാത്രമാകും ആ മേഖലയിലുള്ള ആളുകൾ എന്നുള്ളതാണ്. അതായത് ദുരന്തത്തിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ 132 പേരാകും. ഈ ഇരട്ടിപ്പ് കണ്ടെത്തിയതും ഈ പ്രദേശവാസികളായിട്ടുള്ള ഈ ആക്ഷൻ കൗൺസിൽ സമരസമിതി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇരട്ടിപ്പ് കണ്ടെത്തിയതും. പഞ്ചായത്ത് നേരത്തെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് 502 പേരടങ്ങുന്ന ലിസ്റ്റാണ് പഞ്ചായത്ത് പ്രസിദ്ധീകരിച്ചിരുന്നത്. അതിനകത്ത് കൃത്യമായ രീതിയിൽ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അതായത് ആ പ്രാദേശികമായി അറിയുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒപ്പം തന്നെ അവിടുത്തെ സംഘടനകളുമെല്ലാം ചേർന്നിരുന്നുകൊണ്ടാണ് ഭരണസമിതിക്കൊപ്പം ആ ലിസ്റ്റ് തയ്യാറാക്കിയത്. അതിൽ കൃത്യമായ രീതിയിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആദ്യഘട്ടത്തിൽ ഫസ്റ്റ് ഫേസിൽ പരിഗണിക്കേണ്ട ആളുകൾ ആരൊക്കെയെന്ന് സംബന്ധിച്ചുള്ള അവരുടെ കൃത്യമായ ലിസ്റ്റാണ്. പക്ഷെ ആ ലിസ്റ്റ് പോലും പരിഗണിക്കാൻ റവന്യൂ അധികൃതർ, അതായത് മാനന്തവാടി സബ് കളക്ടറാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്, കരട് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ലിസ്റ്റ് അംഗീകരിക്കുന്ന നിലപാടില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് ഭരണസമിതിയും മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതിയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടുള്ള ഈ സമരസമിതിയും വ്യക്തമാക്കുന്ന കാര്യം. അതായത് ഈ ലിസ്റ്റുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ന് രാവിലെ നമ്മൾ ചൂരൽമലയിൽ പോയിരുന്നു. ചൂരൽമലയിൽ പോയപ്പോൾ അവിടുത്തെ ഈ ബെയിലിപ്പാലത്തിന് താഴെ ഒരു പാടിയുണ്ട്. ആ പാടി സാങ്കേതികമായി തകർന്നിട്ടില്ല. പക്ഷേ അതിന് ചുറ്റും പുഴയാണ്. ഒരു തരത്തിലും വാസയോഗ്യമല്ലാത്ത സ്ഥലമാണ്. അത്തരത്തിലുള്ള ഇടങ്ങൾ പോലും ഇതിനകത്ത് പെട്ടിട്ടില്ല. മാത്രമല്ല, പുഞ്ചിരിമട്ടത്ത് താമസയോഗ്യമല്ല എന്നുള്ളത് ജോൺ മത്തായി കമ്മിറ്റി. ഏതായാലും ഈ ദുരന്തബാധിതർക്ക് നിരാശയുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് കടുത്ത അമർഷം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കരട് പട്ടിക, ടൗൺഷിപ്പിലെ ഗുണഭോക്താക്കളുടെ പട്ടിക ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന ആദ്യഘട്ട പട്ടികയാണ്. പക്ഷേ അതിൽ ആകപ്പാടെ കുഴപ്പങ്ങളാണ്, തെറ്റുകളാണ്. ഒപ്പം ഇരട്ടിപ്പ് വരുന്നു, അർഹരായ പലരും പുറത്താകുന്നു. വലിയ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുകയാണ്.